എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എങ്ങനെയാണ് നമുക്ക് പ്രപഞ്ചത്തോട് ആഗ്രഹങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചിലർക്ക് സ്നേഹബന്ധങ്ങൾ, സമൃദ്ധി, ആരോഗ്യം, ആത്മസമാധാനം. പക്ഷേ ഒരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും: എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല? കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന രീതി തെറ്റാണ്. പ്രപഞ്ചം നമ്മുടെ വാക്കുകൾ കേൾക്കുന്നില്ല. അത് നമ്മുടെ വൈബ്രേഷൻ, വിശ്വാസം, ഉദ്ദേശം എന്നിവയാണ് കേൾക്കുന്നത്. പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പ്രപഞ്ചം ഒരു എനർജി സിസ്റ്റമാണ്. നമ്മൾ പുറത്തുവിടുന്ന ഓരോ ചിന്തയും, ഓരോ വാക്കും, ഓരോ വികാരവും ഒരു എനർജി സിഗ്നലായി പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. അതായത് എനിക്ക് ആ ആഗ്രഹം കിട്ടണം, എനിക്ക് ആ കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം കേൾക്കുന്നത് എനിക്ക് ഇപ്പോൾ അതില്ല, പക്ഷേ എനിക്കത് വേണം എന്ന സന്ദേശമാണ്. പക്ഷെ നമ്മൾ എനിക്ക് ആഗ്രഹം ഇതിനകം കിട്ടി, അതിന് നന്ദി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം അതിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു. അതിനാൽ പ്രപഞ്ചത്തോട് ആഗ്രഹം ചോദിക്കേണ്ടത് ഭിക്ഷയാചിക്കുന്നത് പോലെയല്ല, സൃഷ്ടാവിനെ പോലെയാണ്. നാം അഭ്യർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ. ആഗ്രഹം വ്യക്തമാക്കുകയാണ് ആദ്യപടി. പലർക്കും ആഗ്രഹങ്ങൾ അത്ര ക്ലിയർ ആയിരിക്കില്ല. എനിക്ക് നല്ല ജീവിതം വേണം, എനിക്ക് സന്തോഷം വേണം. അവിടെ നിങ്ങളുടെ ആഗ്രഹത്തിന് ക്ലാരിറ്റി ഇല്ല. പ്രപഞ്ചം ക്ലാരിറ്റിയെയാണ് ഇഷ്ടപ്പെടുന്നത്, ക്ലാരിറ്റിയെയാണ് നോക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ വിവരിക്കുക. എങ്ങനെയുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടത്? എത്തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾക്ക് വേണ്ടത്? എങ്ങനെയായിരിക്കണം എന്നിലേക്ക് പണം വരേണ്ടത്? എങ്ങനെയായിരിക്കണം ഞാൻ ആ പണം ചെലവഴിക്കുന്ന ആ പണത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ബന്ധത്തിൽ നിന്നും എനിക്കുണ്ടാകുന്ന അനുഭവം എങ്ങനെയായിരിക്കണം? ഇത് നിങ്ങളുടെ ഓർഡർ ഫോമാണ്. പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വ്യക്തമായി പറയൂ. ആഗ്രഹം വ്യക്തമായി എഴുതിയാൽ അത് വൈബ്രേഷനായി സജീവമാകും. ഇമോഷൻസ് ആണ് ഏറ്റവും വലിയ കീ. ആഗ്രഹം ചോദിക്കുമ്പോൾ വാക്കുകൾ മാത്രം പോരാ. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഈ ആഗ്രഹം കിട്ടിയിരിക്കുന്നു എന്ന വികാരം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. അത് കാണുക മാത്രമല്ല, അനുഭവിക്കണം. ഉദാഹരണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം ഇതിനകം ലഭിച്ചു എന്ന് ഇമാജിൻ ചെയ്യുക. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം, സുരക്ഷിതത്വം, സ്നേഹം, അതിപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. പ്രപഞ്ചം ആ വികാരതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അത് അനുഭവിച്ചാൽ അത് സത്യമായി പ്രപഞ്ചം തിരിച്ചു നൽകിയിരിക്കും. അടുത്തതായി എല്ലാവർക്കും സംശയം വരുന്ന ഒരു പോയിൻ്റാണ്, അതായത് സംശയം. അത് തന്നെയാണ് പലർക്ക് മനസ്സിൽ സംശയം. എനിക്കിത് കിട്ടുമോ? എന്തെങ്കിലും തെറ്റിയാലോ? ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ? പ്രപഞ്ചം ഇതൊക്കെ കേൾക്കുമോ? ഇത്തരത്തിലുള്ള ഡൗട്ട് വൈബ്രേറ്റ് ചെയ്താൽ ഡൗട്ട് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. നമ്മൾ എന്താണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ അനുഭവത്തിലേക്ക് എത്തുന്നത്. നാം എന്താണോ ഉള്ളിൽ നിന്നും അനുഭവിക്കുന്നത് അതേ അനുഭവം തന്നെയാണ് പുറമേ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എനിക്കറിയാം, ഇത് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കുറപ്പുണ്ട്, പ്രപഞ്ചം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നിടത്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിയാലിറ്റിയിലേക്ക് എത്തുന്നത്. വിശ്വാസം മാനിഫെസ്റ്റേഷൻ്റെ അടിത്തറയാണ്. സംശയമുള്ളിടത്ത് എനർജി സ്പ്ലിറ്റ് ആയിരിക്കും, അതിൽ ഒരു സംശയവും വേണ്ട.
അടുത്തത് ലെറ്റ് ഇറ്റ് ഗോയാണ്. നമ്മൾ വിട്ടുവിടണം. നാം ചോദിച്ച ശേഷം അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ കിട്ടും, എപ്പോൾ ലഭിക്കും, എങ്ങനെ ലഭിക്കും എന്ന ചോദ്യങ്ങൾ വിടണം. പ്രപഞ്ചം, സമയം, വഴികൾ, സാഹചര്യങ്ങൾ എല്ലാം ശരിയായി ക്രമീകരിച്ചിരിക്കും. നിങ്ങളുടെ ജോലി ആഗ്രഹം വ്യക്തമായി ചോദിക്കുക, അതിൻ്റെ അനുഭവം ഫീൽ ചെയ്യുക, അതിൽ വിശ്വസിക്കുക, പിന്നെ അതിനെ വിട്ടുവിടുക. ലെറ്റ് ഇറ്റ് ഗോ എന്നത് ഞാൻ കെയർ ചെയ്യുന്നില്ല എന്നല്ല, അത് ഞാൻ വിശ്വസിക്കുന്നു എന്നതിലാണ് പ്രാധാന്യം. നന്ദി പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി പറയുന്നത് നിങ്ങളുടെ എനർജി വൈബ്രേഷനെ ഉടനെ ഉയർത്തും. പ്രപഞ്ചം ഗ്രാറ്റിറ്റ്യൂഡിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉള്ളതിനും നിങ്ങൾക്കായി വരാനിരിക്കുന്നതിനും നന്ദി പറയുക. നന്ദി പ്രപഞ്ചമേ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇതിനകം എൻ്റെ ജീവിതത്തിലുണ്ട്. നന്ദിയോടെ ചോദിച്ചാൽ അത് മാജിക്കായി വേഗം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കും. പ്രപഞ്ചത്തോടുള്ള ബന്ധം നിലനിർത്തുക. പ്രപഞ്ചം എപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. സയൻസ്, കോയിൻസിഡൻസ്, ഏഞ്ചൽ നമ്പേഴ്സ്, ഡ്രീംസ്, സഡൻ തോട്ട്സ്, അങ്ങനെ നിങ്ങൾ ഓപ്പൺ ആയാൽ ഈ സയൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നാം അലൈൻഡ് ആയാൽ പ്രപഞ്ചം നമ്മെ ഗൈഡ് ചെയ്തിരിക്കും. എവിടേക്ക് പോകണം, ആരുമായി സംസാരിക്കണം, എന്ത് തീരുമാനം എടുക്കണം എന്നിവയിലൂടെയെല്ലാം നമുക്ക് വഴി കാണിച്ചിരിക്കും. മനസ്സിൻ്റെ ശുദ്ധീകരണം ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആഗ്രഹങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലെ ഭയം, കുറ്റബോധം, പഴയ വേദന എന്നിവ റിലീസ് ചെയ്യണം. കാരണം നെഗറ്റീവ് എനർജി പ്രപഞ്ചത്തിന് തടസ്സമാണ്. മെഡിറ്റേഷൻ, ഹൊപ്നോപൊനോ, ജേർണലിംഗ്, ഫോർഗീവ്നെസ് ലെറ്റേഴ്സ് ഇവ മനസ്സിനെ ശുദ്ധമാക്കും. ശുദ്ധമായ മനസ്സ് ആഗ്രഹങ്ങളെ വേഗം ആകർഷിക്കും. അവസാനമായി നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഒരു സൃഷ്ടാവാണ്, അല്ലാതെ യാചകനല്ല. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ്, പ്രപഞ്ചത്തിൻ്റെ ഒരംശമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. നിങ്ങൾ അവയെ വിശ്വാസത്തോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ ചോദിച്ചാൽ. ഞാൻ ചോദിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്ന മോഡിൽ എപ്പോഴും ഇരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം: ആഗ്രഹം വ്യക്തമായി പറയുക, അനുഭവം ഫീൽ ചെയ്യുക, സംശയം വിടുക, ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക, നന്ദി പറയുക, നമുക്ക് കിട്ടുന്ന സയൻസ് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചവുമായി കമ്മ്യൂണിക്കേഷൻ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ തീർച്ചയായും യാഥാർത്ഥ്യമായിരിക്കും.